ഇന്ത്യൻ ആർട്ട് ഹൌസ് സിനിമയിലെ അതികായനായ സംവിധായകനായിരുന്നു മൃണാൾ സെൻ. സംഘർഷഭരിതവും പ്രക്ഷുബ്ധവുമായ കൊൽക്കത്തയുടെ മനസ്സ് വെളിപ്പെടുത്തുന്നവയാണ് മൃണാൾ ദയുടെ ചിത്രങ്ങൾ. രാഷ്ട്രീയ സിനിമയുടെ ലോകഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് മൃണാൾ സെൻ. 1975 അടിയന്തരാവസ്ഥക്കാലം ജർമ്മനിയിൽ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മൃണാൾ സെന്നിന്റെ മറുപടി ഇതായിരുന്നു: ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നത് അടിയന്തരാവസ്ഥയെ എതിർക്കാനാണ്. അതിനുശേഷമേ അടുത്ത പടത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ഇതാണ് മൃണാൾ സെൻ. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ സഹയാത്രികൻ. അടിയന്തരാവസ്ഥയെ എതിർത്ത ആദ്യ ഇന്ത്യൻ സംവിധായകനും മൃണാൾ സെന്നാണ്. സംഘർഷഭരിതവും പ്രക്ഷുബ്ധവുമായ കൊൽക്കത്തയുടെ മനസ്സ് വെളിപ്പെടുത്തുന്നവയാണ് സെന്നിന്റെ ആദ്യകാല ചിത്രങ്ങൾ. കൽക്കത്ത 71, കോറസ്, പദാതിക് എന്നീ ചിത്രങ്ങൾ ഇവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. എന്നാൽ ഭുവൻ ഷോം വെനീസ് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചതോടെയാണ് മൃണാൾ സെൻ ലോക സിനിമാ രംഗത്ത് ശ്രദ്ധേയനായത്. പിന്നീട് കാൻ, ബെർലിൻ തുടങ്ങിയ മേളകളിലെ പുരസ്കാരങ്ങളും സെന്നിനെ തേടിയെത്തി. കാൻ, ബെർലിൻ ചലച്ചിത്രമേളകളിലെ ജൂറി അംഗവുമായിരുന്നു മൃണാൾ ദ. ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ സെന്നിന്റെ അക്കേലാർ സന്തൻ പ്രദർശിപ്പിച്ചപ്പോൾ സ്റ്റേജിലെത്തിയ മൃണാൾ ദയെ കാണികൾ ആവേശത്തോടെയാണ് വരവേറ്റത്. രാഷ്ട്രീയ സിനിമയുടെ വക്താവും പ്രയോക്താവുമായി ലോക സിനിമയിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമയിലെ കാരണവരാണ് മൃണാൾ സെൻ. ഇന്ത്യൻ രാഷ്ട്രീയ സിനിമയിൽ സെന്നിനു ശേഷം കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് വാസ്തവം. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ മൃണാൾ ദയുടെ വിയോഗം ഇടതുപക്ഷ സാംസ്കാരിക രംഗത്തിന് തീരാനഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്. മുത്തലാഖ് ബില്ല് വിവാദത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുമെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. പാർട്ടിക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമായതോടെ കുഞ്ഞാലിക്കുട്ടി ദുബായിൽ നിന്ന് നേരെ ദില്ലിയിലെത്തും. PDP പ്രവർത്തകർ ഇന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം കിട്ടിയ ശേഷം എന്ത് ചെയ്യണമെന്നത് ആലോചിക്കാൻ പാർട്ടി യോഗം ചേരും. വിശദീകരണം ആവശ്യപ്പെട്ട ശേഷം കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചിട്ടില്ലെന്ന് പാണക്കാട് ഹൈദരലി തങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ശേഷമാകും മറ്റു നടപടികൾ. ചന്ദ്രികയുടെ ഗവേണിംഗ് ബോഡി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തെന്നും തങ്ങൾ പറഞ്ഞു. നമ്മളെ തിങ്കളാഴ്ച ഇവിടെ രാജ്യസഭ മുത്തലാഖ് ബില്ല് വരാൻ പോകുന്നുണ്ട്. ആ ബില്ലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് UPA കക്ഷികളും മറ്റ് പാർട്ടികളും സഹകരിക്കാൻ ആവശ്യമായത് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് എല്ലാ മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച മുത്തലാഖ് ബില്ല് രാജ്യസഭയിൽ വരുമ്പോൾ അതിനെ എതിർത്തു തോൽപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു. ബില്ല് പാസാക്കാൻ കഴിയാതെ വരുന്നതോടെ ഇപ്പോഴത്തെ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നാട്ടിലേക്ക് വരാതെ നേരെ ദില്ലിയിലേക്ക് യാത്ര തിരിക്കും. മുത്തലാഖ് ബില്ല് രാജ്യസഭയിൽ ചർച്ചയാകുന്ന സമയത്ത് ദില്ലിയിൽ സാന്നിധ്യമറിയിച്ച് മുഖം രക്ഷിക്കാനാണ് ശ്രമം. PDP പ്രവർത്തകർ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മുത്തലാഖ് ബില്ല് ചർച്ചയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി വിട്ടുനിന്നതിനെതിരെ സമസ്ത EK വിഭാഗം ലാഘവത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് ചർച്ചയെ കണ്ടത് എന്ന് SYF സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. PK കുഞ്ഞാലിക്കുട്ടിക്ക് വിവേകം നഷ്ടമായെന്ന് സമസ്ത കരുതുന്നില്ല എന്നും പൂക്കോട്ടൂർ പറഞ്ഞു. പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് ചർച്ചയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി വിട്ടുനിന്നത് മുസ്ലിം ലീഗിനെ മറുപടിയില്ലാത്ത വിധം പ്രതിരോധത്തിലാക്കി. മുസ്ലിം ലീഗിന്റെ വിശ്വസ്ത അനുയായികളായ സമസ്ത EK വിഭാഗവും രംഗത്തെത്തിയത് ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ശരീഅത്ത് സംരക്ഷണ സമരത്തിന് മുന്നിൽ നിന്ന് ലീഗും കുഞ്ഞാലിക്കുട്ടിയും മുത്തലാഖ് വിഷയം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ തുറന്നടിച്ചു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ ചർച്ച പാർലമെന്റിൽ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വേണമായിരുന്നു എന്ന് തന്നെയാണ്. യാതൊരു തർക്കവുമില്ല, അതൊരു പൊതുവികാരമാണ്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വിവേകം നഷ്ടമായെന്ന് കരുതുന്നില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. കാരണം ഈ ഒരു വിഷയത്തിൽ ലാഘവബുദ്ധി കാണിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഉദിക്കുന്നില്ല. കാരണം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ മേഖലയിലുള്ള ഒരാള് ഇവിടെ ഞാൻ അലംഭാവം കാണിച്ചാൽ എന്തായാലും അത് എനിക്കും എന്റെ പാർട്ടിക്കും തിരിച്ചടിയായി മാറുമെന്ന് ചിന്തിക്കാനുള്ള വിവേകബുദ്ധി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കരുതാൻ എനിക്ക് കഴിയില്ല. പാണക്കാട് ഹൈദരലി തങ്ങൾ ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ
പാർട്ടിയുടെ മുഖം നഷ്ടമായെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മുത്തലാഖ് ബില്ല് രാജ്യസഭ നാളെ പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന് സഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബില്ല് പാസ്സാകാൻ സാധ്യത കുറവാണ്. ബിജെഡി, അണ്ണാഡിഎംകെ, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾ ബില്ലിനെ എതിർക്കാനാണ് സാധ്യത. വിഷയത്തിൽ രാജ്യസഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നാളെ യോഗം ചേരും. ബില്ല് രാജ്യസഭ പരിഗണിക്കുന്നതിന് മുൻപ് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിന് കഴിഞ്ഞ ദിവസം ഇടത് എംപിമാർ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം മുത്തലാഖ് ബില്ല് പരിഗണിക്കുന്ന നാളെ സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച എംപിമാർക്ക് കോൺഗ്രസും ബിജെപിയും വിപ്പ് നൽകി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ യുപിഎ സർക്കാർ ഉത്തരവ് പിൻവലിച്ചത് മോദി സർക്കാരാണ്. ഈ നടപടിക്ക് മോദി രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയണമെന്ന് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല. അതേസമയം വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് ബിജെപി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ യുപിഎ സർക്കാർ ഉത്തരവ് പിൻവലിച്ചതും പുതിയ കരാറിൽ ഏർപ്പെടുകയും ചെയ്തത് ബിജെപി സർക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് കള്ളന്റെ കരച്ചിൽ മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അഗസ്റ്റയുടെ സംരക്ഷകനായും സഹായിയായും നിന്ന് ലാഭം നേടിയത് മോദിയാണ്. The truth is that it is Prime Minister Modi and his government who have been aiding, abetting, helping and supporting Augusta Westland. സ്വന്തം അഴിമതി മറച്ചുപിടിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നിൽ ഒളിക്കുകയാണ് മോദി സർക്കാർ എന്ന് സുർജേവാല പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പേര് പറയാൻ മിഷേലിന് മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. 2019 തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുള്ള പരിഭ്രാന്തിയാണ് മോദിക്കുള്ളത്. 2019 അധികാരത്തിലെത്തിയാൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡും ബിജെപിയും തമ്മിലുള്ള ഒത്തുകളി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുമെന്നും സുർജേവാല കൂട്ടിച്ചേർത്തു. ഒരു അഭിഭാഷകനും അയാളുടെ കക്ഷിയും തമ്മിൽ നടന്ന ആശയവിനിമയത്തിൽ കോൺഗ്രസിന് ഒരു ബന്ധമില്ലെന്നും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയെയും വിശ്വാസമില്ലെന്നും കപിൽ സിബൽ പറഞ്ഞു. അതേസമയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെ ഒഴിവാക്കിയത് യുപിഎ ഭരണകാലത്താണുള്ളതിന്റെ തെളിവ് ഇതോടെ പുറത്തുവന്നുവെന്നാണ് ബിജെപിയുടെ വാദം. बार बार एचएएल राफेल के संबंध में या किसी संदर्भ में राहुल गांधी बहुत प्यार से एचएएल कहते हैं. आज ये भी खुलासा हो गया कि एचएएल को कैसे दरकिनार किया गया. वीवीआईपी हेलीकॉप्टर प्रकरण में एचएएल था, उसमें भूमिका एचएएल को कैसे दूर किया गया इसका भी खुलासा आया. മിഷേൽ മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിൽ ഉപയോഗിച്ച 6 എന്ന രഹസ്യ കോഡ് ഏത് പ്രമുഖനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം. പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവാണ് അദ്ദേഹം. മികച്ച സംവിധാനത്തിനും തിരക്കഥയ്ക്കും ദേശീയ അവാർഡുകളും കാൻ, വെനീസ്, ബെർലിൻ, മോസ്കോ, കെയ്റോ, ഷിക്കാഗോ, മോൺട്രിയൽ തുടങ്ങിയ രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ദേശീയവും ദേശാന്തരവുമായ പ്രശസ്തി നേടിയ നിരവധി ചിത്രങ്ങൾ സെൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നവതരംഗ സിനിമയിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ വേറിട്ടു നിൽക്കുന്ന ചിത്രങ്ങൾ കൂടിയായിരുന്നു സെന്നിന്റെ സിനിമകൾ. ത്രിപുരയിൽ സിപിഐഎം നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ബിജെപി നടത്തുന്ന അക്രമങ്ങളെ സിപിഐഎം PB അപലപിച്ചു. ബിജെപി അധികാരത്തിലെത്തിയ ശേഷം അക്രമ സംഭവങ്ങൾ തുടർക്കഥയായി. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും പൊളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ബിജെപി അക്രമത്തിനെതിരെ മുഴുവൻ ആളുകളും പ്രതിഷേധവുമായി രംഗത്തെത്തണമെന്നും PB പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കൊല്ലത്ത് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. കോൺഗ്രസ് പ്രവർത്തകൻ സുനിലാണ് പിടിയിലായത്. കൊല്ലം പുത്തൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. അതേസമയം കൊല്ലപ്പെട്ട ദേവദത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതശരീരം ഏഴുകോൺ പാർട്ടി ഓഫീസിലും തുടർന്ന് ഇരുതലങ്ങാട് വസതിയിലും പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ശരിയാണ്. രാജ്കുമാർ, പൊതുദർശനം കഴിഞ്ഞോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ വീട്ടിൽ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ ഇതിന്റെ ഈ പവിത്രേശ്വരം സാക്ഷ്യം വഹിക്കുന്നത്. ദേവദത്തൻ അത്രമാത്രം ജനപ്രിയ നേടിയ ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം ഈ വ്യാജമദ്യ ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത്, ഒരു കുടുംബം അനാഥമാവുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം പൊതുദർശനത്തിന് ശേഷം അന്ത്യകർമ്മങ്ങളോടെ സംസ്കരിക്കും.
അതേസമയം പിടിയിലായ പ്രതി അയാൾ 7 കേസുകളിൽ ഇതിനു പ്രതിയായിട്ടുണ്ട്. അയാളുടെ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്ക് ഈ വ്യാജമദ്യ മാഫിയ സംഘങ്ങളുമായിട്ടാണ് ബന്ധം. കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്നും ആണ് നാട്ടുകാർ CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും അയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. അയാൾ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചെന്നാണ് പോലീസിനോട് അയാൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇത് സംഭവത്തിന് ഒരു ദൃക്സാക്ഷി കൂടിയുണ്ട്. അത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട്. അതേസമയം ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാര്യം CPM ഇന്നലെ ആരോപണം ഉന്നയിച്ചത് ഇയാൾ കൊലപാതകത്തിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരിക്കണം, വനിതാ മതിലുമായി ബന്ധപ്പെട്ട് സജീവമായ പ്രവർത്തനത്തിലാണ് ദേവദത്തൻ ഏർപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിനെ വധിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഒരാവശ്യം ഉയർന്നിട്ടുണ്ട്. അതും പോലീസ് പരിഗണിച്ചിട്ടുണ്ട്. രാജ്കുമാർ, അതേസമയം കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇതുവരെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിട്ടില്ല. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് ഇക്കാര്യം വ്യക്തമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാള് ഈ നിരവധി ക്രിമിനൽ കേസുകളിൽ ഒരു പ്രതിയാണ്. സ്ഥലത്തെ വലിയൊരു ക്രിമിനലാണ്. പബ്ലിക് ന്യൂയിസൻസ് എന്നാണ് പോലീസ് ആ പദമാണ് ഉപയോഗിച്ചത്. ഒരു പൊതുജനത്തിന് ശല്യമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ പോലീസ് ഇയാളെ പറ്റി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ അറസ്റ്റിനുള്ള നടപടികളും മറ്റു കാര്യങ്ങളും പോലീസ് മുന്നോട്ട് പോകുന്നു. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇയാൾ കുറ്റസമ്മതം നടത്തിയതായിട്ടാണ് സൂചന. എന്നാൽ അറസ്റ്റ് ഔദ്യോഗികമായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യക്തമാണ്. കൊല്ലത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ സുനിലാണ് പിടിയിലായത്. അതേസമയം കൊല്ലപ്പെട്ട ദേവദത്തന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതശരീരം ഏഴുകോൺ പാർട്ടി ഓഫീസിലും ഇരുതലങ്ങാട് വസതിയിലും പൊതുദർശനത്തിന് വച്ച ശേഷം സംസ്കരിക്കും. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. കണ്ണൂരിലെ അമ്പായത്തോട് കഴിഞ്ഞ ദിവസം എത്തിയ മാവോവാദികളെ പിടികൂടുന്നതിനുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവിമാരെ നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ദബേഷ് കുമാർ ബെഹ്റ, വയനാട് ജില്ലാ പോലീസ് മേധാവി R കറുപ്പസ്വാമി, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി G ശിവവിക്രം എന്നിവർക്കാണ് തിരച്ചിലിന്റെയും അന്വേഷണത്തിന്റെയും ചുമതല. മാവോവാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് അമ്പായത്തോട് ടൗണിൽ മാവോയിസ്റ്റ് സംഘം പ്രത്യക്ഷപ്പെട്ടത്. ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയ ഇവർ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഫാസിസത്തെ നശിപ്പിക്കാൻ അടിമുടി സായുധരാകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉള്ള പോസ്റ്ററുകൾ പതിച്ചു. കടയിൽ നിന്നും അരിയും സാധനങ്ങളും വാങ്ങിയാണ് സംഘം മടങ്ങിയത്. കൊട്ടിയൂർ വനമേഖലയിലേക്കാണ് തിരിച്ചുപോയത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ മുഖം ഉൾപ്പെടെ വ്യക്തമാണ്. പോലീസും തണ്ടർബോൾട്ട് വിഭാഗവും ചേർന്ന് കൊട്ടിയൂർ വനമേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. സംഘത്തിൽ 10ഓളം പേർ ഉണ്ടെന്നാണ് നിഗമനം. ഇവരിൽ 4 പേർ മാത്രമാണ് ടൗണിൽ ഇറങ്ങിയതെന്നും മറ്റുള്ളവർ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വനിതാ മതിലുമായി ബന്ധപ്പെട്ട BDJSന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി G സുധാകരൻ. വനിതാ മതിലിൽ പങ്കെടുക്കാത്ത NSS നിലപാടിൽ എതിർപ്പില്ല എന്നും തെറ്റുതിരുത്തി NSS മതിലിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും G സുധാകരൻ പറഞ്ഞു. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടന്നിട്ടില്ല എന്നതാണ് തന്റെ അറിവ് എന്നും സുധാകരൻ വ്യക്തമാക്കി. ഞങ്ങൾ അവരുടെ സമദൂരത്തെ പറ്റിയൊന്നും ഞങ്ങളുടെ പ്രമേയത്തിനൊന്നും എടുത്തു പറയാറില്ല. അവരളക്കുന്ന ദൂരം അത് അവരുടെ കാര്യമാണ്. അവർ മാന്യതയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനൊരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട്. ബഹുമാനായ മന്നത്തിൻ്റെ അടക്കം അദ്ദേഹമാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ആക്ഷേപിക്കാനില്ല. പക്ഷെ അവരുടെ നിലപാട് ശരിയല്ല. ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണയാണ് അവർക്ക് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അവരുടെ നിലപാട് ഗവൺമെൻറ് നിലപാടിന് വിരുദ്ധമാണ്. ആയിക്കോട്ടെ, അത് ചരിത്രപരമായ ഒരു സംഘടനയാണ്. ഇപ്പോൾ SNDPയും CPMും തമ്മിൽ തർക്കം ഉണ്ടായിട്ടില്ലേ രൂക്ഷമായിട്ട്? പിന്നെ എന്തെല്ലാം തർക്കം ഉണ്ടായി? വെള്ളാപ്പള്ളി നടേശനും പാർട്ടി നേതൃത്വത്തോട് തർക്കം ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഞങ്ങൾ ആ വ്യക്തിപരമായ മാന്യത ഒരിക്കലും വിടാറില്ല. കാരണം ഏതൊരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് നമ്മളെടുക്കുന്ന നിലപാടിന് വിരുദ്ധമാണെന്ന് വെച്ച് അതുകൊണ്ട് മാത്രം ആരും മോശക്കാരാവില്ല. നിരവധി അക്രമം കാണിക്കുക, വൃത്തികേട് കാണിക്കുക, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുക, വർഗീയത പരത്തുക, അങ്ങനെ BJP RSS ചെയ്യുന്നതുകൊണ്ടാണ് അവരുമായി സമരസപ്പെടുക. അതിന് കോംപ്രമൈസ് ഞങ്ങൾക്ക് സാധ്യമല്ല. മറ്റുള്ള സംഘടന അങ്ങനെയല്ല. വനിതാ മതിലിന് കൂടുതൽ പ്രചാരം നൽകിയ പ്രതിപക്ഷത്തോട് BJPയോടും നന്ദിയെന്ന് മന്ത്രി MM മണി. വനിതാ മതിലിനെ വർഗീയമെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും MM മണി പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷ നേതാക്കളും UDFകാരും BJPക്കാരും കൂടി നല്ല പ്രചരണം ഞങ്ങൾക്ക് ഏതായാലും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രചരണം കുറച്ച് നടത്തിയാൽ മതി എന്നുള്ള നില വന്നു. അവർ ഇതുവരെ പറഞ്ഞ് മനോരമയും മാതൃഭൂമിയും എല്ലാം കൂടി നമുക്കിനി ഇതുപോലില്ല. ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും വനിതാ മതിൽ എന്ന
ആശയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ അവരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇതിനെ എതിർക്കുന്നവരെല്ലാം കൂടെ കൂടിയാണ് ഇതൊരു മഹാസംഭവമാക്കി ഇത് ഗിന്നസ് ബുക്കിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് വർഗീയതയുണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്നവന് തലയ്ക്ക് സുഖമില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതാണ് വനിതാ മതിൽ വിളംബര ജാഥയിൽ പങ്കെടുത്തവർക്ക് നേരെ RSS കാടത്തം. വീട്ടിലെ കിണറിൽ കരിയോയിൽ ഒഴിച്ച് കുടിവെള്ളം മലിനമാക്കിയാണ് സംഘപരിവാർ കാടത്തം കാട്ടിയത്. കണ്ണൂർ ചെരുവാഞ്ചേരിയിലെ ഷീബയുടെ വീട്ടിലെ കിണറിലാണ് കരിയോയിൽ ഒഴിച്ചത്. വനിതാ മതിലിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വൻ വിജയമാകുന്നതിൽ വിറളിപൂണ്ട സംഘപരിവാർ വ്യാപകമായ അക്രമമാണ് അഴിച്ചുവിടുന്നത്. പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ വീടുകൾക്ക് നേരെ ഇരുട്ടിന്റെ മറവിലാണ് RSS അക്രമം. വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം നടന്ന വിളംബര ജാഥയിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് കണ്ണൂർ ചെറുവാഞ്ചേരിയിലുള്ള ഷീബയുടെ വീട്ടിലെ കിണറിൽ കരിയോയിലൊഴിച്ച് കുടിവെള്ളം മലിനമാക്കിയത്. അർദ്ധരാത്രി 12 മണിക്ക് ശേഷമായിരുന്നു സംഘപരിവാറിന്റെ കാടത്തം. ഷീബയും ഭർത്താവ് TP രവിയും വനിതാ മതിലിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഇതാണ് RSSനെ പ്രകോപിപ്പിച്ചത്. വനിതാ മതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ പോലെ മറ്റുള്ള പരിപാടികൾക്ക് പങ്കെടുക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ കല്ലുവളപ്പ് പ്രദേശത്തെ വനിതാ സഖാക്കൾ ഈ വിളംബര ഘോഷയാത്രക്ക് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രകോപിതമായിട്ടാണോ എൻ്റെ വീടിന് നേരെ ആക്രമിച്ചത് എന്നുള്ള ഇതുണ്ട്. ഒരുപാട് ഭീഷണി നമ്മൾ നേരിടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് നേരെ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഭീഷണിയായിട്ട് ഇങ്ങനെ വീട്ടിന് നേരെ ഇവർ ആക്രമിക്കുന്നുണ്ട്. കണ്ണവം പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു. കഴിഞ്ഞ ദിവസം കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകർ വനിതാ മതിലിന്റെ പ്രചരണ ബോർഡുകൾ തകർത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വനിതാ മതിലിന്റെ ചുവരെഴുത്തിൽ കരിയോയിലൊഴിച്ചു. കൊല്ലം പോരുവഴി ശാസ്താം നടയിൽ KPMS എഴുതിയ ചുവരെഴുത്തിലാണ് സാമൂഹിക വിരുദ്ധർ കരിയോയിലൊഴിച്ചത്. വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം KPMS പോരുവഴി ശാഖാ പ്രവർത്തകർ എഴുതിയ ചുവരെഴുത്താണ് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചത്. കേരളത്തെ ഭ്രാന്താലയമാക്കരുതെന്ന നവോത്ഥാന സന്ദേശവും കരിയോയിൽ ഒഴിച്ച് അലങ്കോലമാക്കി. വർഗീയ ശക്തികളാണ് ഇതിന് പിന്നിലെന്ന് KPMS ആരോപിച്ചു. പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള മതിൽ ഞങ്ങളെല്ലാം കൂടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ കുറെ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയാം, അതല്ലെങ്കിൽ സവർണ രാഷ്ട്രീയ തമ്പ്രാക്കന്മാരെന്ന് പറയാം, അവർ ഞങ്ങളോട് വന്ന് ഈ മതിൽ എഴുതാൻ പാടില്ല എന്നും ഇവിടെ നിങ്ങൾ മതിൽ എഴുതിയാൽ ഇതിന്റെ പുറത്തുകൂടെ ഒന്നിൽ കരിയോയിൽ ഒഴിക്കും അല്ലെങ്കിൽ 41 നടക്കുന്ന കഞ്ഞിയുടെ മനസ്സ് ഞങ്ങൾ എഴുതി വെക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ജാതി പേര് പറഞ്ഞ് ആക്ഷേപം പറയുകയും നല്ല തെറി വിളിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രകോപനം ഉണ്ടാക്കാതെ ആ മതിൽ എഴുതി തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ തൊട്ടുവേണ്ട തന്നെ വില്ലേജ് അധികൃതർ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് SI അടക്കം ഇവിടെ വന്ന് ഞങ്ങളോട് വേണമെങ്കിൽ പരസ്യം മാത്രം എഴുതിക്കോ, സമുദായത്തിന്റെ പേരെഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ KPMS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ്, മഹാത്മാ അയ്യങ്കാളിയുടെ പിന്മുറക്കാരായ ഞങ്ങൾക്ക് സ്വന്തം സംഘടനയുടെ പേരെഴുതാതെ ഒരിടത്ത് പോലും ഒരു ഇഞ്ച് പോലും ചലിക്കാൻ കഴിയാത്ത അത്ര ആവശ്യത്തോടിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിന്റെ പേരെഴുതാതെ ഈ പരസ്യം എഴുതാൻ കഴിയില്ല. കരിയോയിൽ ഒഴിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വനിതാ മതിലിനെതിരെ പ്രചരണം നടത്തുന്നവർ വിരളി പൂണ്ടാണ് സംഘർഷത്തിന് ശ്രമിക്കുന്നതെന്നും KPMS ആരോപിച്ചു. അതേസമയം പോലീസ് അന്വേഷണം തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തെ ഭ്രാന്താലയമാക്കുന്നതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് വനിതാ മതിലെന്ന് നടി സുഹാസിനി. വനിതാ മതിലിൽ സുഹാസിനി ആശംസകൾ നേർന്നു. This wall, it's not made of cement and chengal, it's not made of bricks and cement. ഇത് ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ഒരു ഹ്യൂമൻ ചെയിനാണ്, എസ്പെഷ്യലി വനിതയുടെ ഹ്യൂമൻ ചെയിനാണിത്. ദ മെയിൻ എയിം ഓഫ് ദിസ് വാൾ ഇസ് കേരളത്തെ പ്രാന്തിയമാക്കരുത്. എല്ലാവരും എസ്പെഷ്യലി വനിതമാർ, ലേഡീസ് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. 86ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ഗവർണർ P. സദാശിവം തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലത്തും ഗുരുദേവ ദർശനത്തിന് പ്രസക്തിയുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ചടങ്ങിൽ രാഷ്ട്രീയം പറഞ്ഞ പ്രേമചന്ദ്രൻ MBA മഠം പ്രസിഡന്റ് വിശുദ്ധാനന്ദ സ്വാമികൾ തിരുത്തി തീർത്ഥാടനത്തെ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദിയാക്കരുതെന്ന് പറഞ്ഞായിരുന്നു സ്വാമിയുടെ തിരുത്ത്. അറിവ്, ആരോഗ്യം, ആത്മീയത എന്നീ ഗുരുദേവ ആദർശങ്ങളെ മുൻനിർത്തിയാണ് ഇത്തവണത്തെ തീർത്ഥാടനം നടക്കുന്നത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം ഗവർണർ P. സദാശിവം നിർവഹിച്ചു. The increasing participation in the Shivagiri Tirthadanam is an indication of the ever increasing relevance of teaching of Sri Narayana Guru. As we all know, Guru's matchless wisdom, philosophy have transcended the boundaries of time and convictions of faiths and remain relevant in any modern social circumstance.
ഗുരുദേവൻ എതിർത്തത് വിശ്വാസത്തിന്റെ പേരിലുള്ള അന്ധമായ വിശ്വാസത്തെയാണെന്നും സമൂഹത്തിന് ഉപദ്രവമില്ലാത്ത വിശ്വാസത്തെ തുടരാൻ ഭരണഘടന പറയുന്നുണ്ടെന്നും ശബരിമല വിധിയുടെ പേരെടുത്ത് പറയാതെ NK പ്രേമചന്ദ്രൻ NB പറഞ്ഞു. സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിരക്ഷിക്കപ്പെടുകയും അതൊരു പൗരന്റെ വിശ്വാസപരമായ മൗലികമായ അവകാശമായി ഭരണഘടനയുടെ 25 26 അനുച്ഛേദത്തിന്റെ പരിധിയിൽ പരിരക്ഷിക്കുവാനുമുള്ള പൊതു ചർച്ചകളും സംവാദങ്ങളും സമൂഹത്തിൽ ഉയർന്നു വരിക എന്നുള്ളത് ഗുരുദേവ ധർമ്മത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ വളരെ വിനയപുരസ്സരം സൂചിപ്പിച്ചുകൊണ്ട്, എന്നാൽ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദിയാക്കരുത് ശിവഗിരി തീർത്ഥാടനമെന്ന് മഠം പ്രസിഡന്റ് വിശുദ്ധാനന്ദ സ്വാമികൾ പ്രേമചന്ദ്രനെ തിരുത്തി പറഞ്ഞു. ദയവായി രാഷ്ട്രീയ ചർച്ചകൾ ശിവഗിരി വേദികൾ ഉപയോഗിക്കരുത് എന്ന ഒരു സന്ദേശം ഈ അവസരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിനു വേണ്ടി ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ശിവഗിരി മഠം അറിയിക്കുകയാണ്. കേരള ഗവർണറിന് പുറമെ മറ്റ് 4 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ശിവഗിരിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ പുനർനിർമ്മാണം ഗുരുദർശനത്തിലൂടെ എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 17 പേരുടെ പട്ടിക തയ്യാറാക്കി. നിലവിലെ CBI ഡയറക്ടർ അലോക് വർമ്മ ഫെബ്രുവരി 1 വിരമിക്കാനിരിക്കെയാണ് മന്ത്രാലയം പുതിയ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദിയും പട്ടികയിൽ ഇടം നേടി. കേരള DGP ലോക്നാഥ് ബെഹ്റയും പട്ടികയിലുണ്ട്. അലോക് വർമ്മ രജിസ്റ്റർ ചെയ്ത FIR ഉള്ളതിനാൽ നിലവിലെ ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താന ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഇടം പിടിച്ചില്ല. കേന്ദ്ര സർക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച CBI ഡയറക്ടർ അലോക് വർമ്മ ഫെബ്രുവരി 1 വിരമിക്കാനിരിക്കെയാണ് പുതിയ ഡയറക്ടറെ തീരുമാനിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പട്ടിക തയ്യാറാക്കിയത്. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് പുതിയ പട്ടിക തയ്യാറാക്കിയത്. സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക ആഭ്യന്തര മന്ത്രാലയം കൈമാറി. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയാണ് ഡയറക്ടർ നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഡയറക്ടർ സ്ഥാനത്തേക്ക് നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താന പരിഗണിക്കപ്പെടില്ല. ഡൽഹി ഹൈക്കോടതിയിൽ അലോക് വർമ്മ രജിസ്റ്റർ ചെയ്ത FIR ആണ് അസ്താനയ്ക്ക് തിരിച്ചടിയായത്. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 1985-ലെ IPS ബാച്ച് ഉദ്യോഗസ്ഥനായ കേരള DGP ലോക്നാഥ് ബെഹ്റയും പരിഗണനാ പട്ടികയിലുണ്ട്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ലീവ് എടുപ്പിച്ചതും നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയതും ചോദ്യം ചെയ്ത് അലോക് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഇതിനിടെയാണ് പുതിയ ഡയറക്ടർ നിയമന നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് നട തുറന്നത്. ജനുവരി 14 മകരവിളക്ക്. അതേസമയം യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ നിരോധനാജ്ഞ ജനുവരി 5 വരെ നീട്ടി. പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് ഉത്തരവായിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, ഇന്ന് നട തുറന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? തീർച്ചയായും നല്ല രീതിയിലൂടെ തന്നെ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 5 മണിക്കാണ് നട തുറന്നത്. മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്തിലാണ് നട തുറന്നത്. തുടർന്ന് 18-ാം പടി ഇറങ്ങി ആടി തെളിച്ചതിന് ശേഷമാണ് തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിട്ടത്. ഇന്നിനി ഇവിടെ ശബരിമലയിൽ പ്രത്യേക പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല. രാത്രി 11-ന് അരിവരത്തോടെ അടയ്ക്കുന്ന നട നാളെ രാവിലെ 3 മണിക്കാണ് തുറക്കുന്നത്. തുടർന്ന് 3:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിക്കെതിരെ നെയ്യഭിഷേകം നടക്കും. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. അതോടൊപ്പം തന്നെ മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും മറ്റു സർക്കാർ വകുപ്പുകളും ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ബിബിന, വ്യക്തമാണ്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്.